നമ്മാലാവുന്ന വിധമെല്ലാം അന്വേഷിപ്പിച്ചു. പോലീസിലും അറിവ് കൊടുത്തു. ഇനി പത്രങ്ങളിൽ ഒരു പരസ്യം കൂടി കൊടുക്കാം. ഒന്നും വേണ്ട. എന്റെ മോളെ മുതലാളി നശിപ്പിച്ചു. മുതലാളിമാർ ആദ്യം എന്നെ നശിപ്പിച്ചു, പിന്നീട് എന്റെ മോളെയും. എന്നെയും കൂടി ഉദ്ദേശിച്ചാണോ ഈ പറയുന്നത്? എഴുന്നേൽക്കുന്നു. താൻ എന്താ വന്നത്? എന്ത് വേണം? ഞാൻ സണ്ണിയെ കാണാൻ വന്നത്. സണ്ണിയ? നിങ്ങളുടെ മടിയിലിരുത്തിയാ മുതലാളിക്ക് പേരിട്ടത്. മൂപ്പിൽ പോ. മുതലാളി ഇവിടെ ഇല്ല. വല്ലതും ചോദിച്ചു വാങ്ങാനാണെങ്കിൽ ഇവിടെ വരരുത്, ഓഫീസിൽ ചെല്ലണം. ഇവിടെ വേറെ ആരും ഇല്ലേ? ഇല്ല, ഇവിടെ ഞങ്ങൾ വേലക്കാർ മാത്രമേ ഉള്ളൂ. പോവാൻ നോക്ക്. അയ്യോ മുതലാളിയാ. എടാ ദ്രോഹികളെ, ഇതാരാണെന്ന് അറിയാമോ? വലിയ മുതലാളി. ഇതെല്ലാം ഉണ്ടാക്കിയ മുതലാളി. മുതലാളി, അവരെന്റെ കഴുത്തിന് പിടിച്ച് റോഡിൽ തള്ളിയില്ലല്ലോ അന്തോണി. ഇതൊന്നും അവരുടെ കുറ്റമല്ല. ഞാൻ പോണു. ഇനി ഞാനിവിടെ വരയില്ല. അന്തോണി, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണമല്ലോ അന്തോണി. കാണാം മുതലാളി, കാണാം. വക്കീൽ സാർ ഇല്ലേ ഇവിടെ? ഉണ്ട്, ഇരിക്കൂ.
ആ ചക്കോച്ചനും ഇരിക്കൂ. എനിക്ക് സണ്ണിയെ ഒന്ന് കാണണം. ഇത്തവണ ഒഴിവുകേടുകളൊന്നും പറയരുത്. സണ്ണി വളരെ ജോലി തിരക്കിലാണ്. മറ്റന്നാൾ അമേരിക്കയ്ക്ക് പോകുന്നു. അതിന്റെ ബെത്തപ്പാടില്ല. എന്തിനാ കാണുന്നത്? എനിക്ക് ചെലവിന് വല്ലതും കിട്ടണം. വളരെ വിഷമത്തിലാണ്. സണ്ണിയെ ഫോണിൽ കിട്ടുമോന്ന് നോക്കട്ടെ. വരൂ. ഞാൻ അവന്റെ അപ്പനല്ലയോ. അവനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാ ഇത്തവണ ഒഴിവുകഴിവുകളൊന്നും പറയരുത് എന്ന് പറയണം. കൃഷ്ണപിള്ളയാ, ചാക്കോച്ചൻ വന്നിട്ടുണ്ട്, ഒന്ന് കാണണമെന്ന്. ആ മൂപ്പില് ഇപ്പൊ വളരെ സാമ്പത്തിക പ്രയാസത്തിലാണ്. പഴയ വാശിയും വൈരാഗ്യമൊന്നുമില്ല. മാസം 1000 രൂപയോ? അത് പോരാ. മാസം 1500 രൂപയെങ്കിലും ഇല്ലാതെ. ശരി, ഞാൻ പറഞ്ഞു നോക്കാം. മാസം 1500 രൂപ സണ്ണി അയച്ചു തരും. എനിക്കത് മതി സാറേ. ഞാൻ അതുകൊണ്ട് ജീവിച്ചോളാം. എനിക്ക് അവനെ കാണണമെന്നൊരാഗ്രഹം. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ഒരു നിമിഷം പോലും കിട്ടില്ല. ആ ഫോണൊന്ന് തന്നാട്ടെ, ഞാൻ അതിൽ കൂടെ നോക്കട്ടെ. ഫോൺ വെച്ച് പോയി കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ വിളിച്ചത്. ഇനി കിട്ടില്ല. എന്തിനാണ് സംസാരിക്കുന്നത്? 1-ാം തീയതി തോറും 1500 രൂപയുടെ ചെക്ക് ചാക്കോച്ചിന് കിട്ടും. ആലുവ വരെ ഒന്ന് പോണം. നമ്മുടെ ഇമ്പാലിലോട്ട് കയറ്, ഞാൻ വിട്ടേക്കാം. വേണ്ട മുതലാളി. ഓ, മുതലാളി എന്ന് വിളിച്ച് താൻ എന്നെ കളിയാക്കുകയാണോ? കളിയാക്കുവാണോ? സത്യമല്ലേ? അല്ല, താൻ മുതലാളി അല്ലാതായത് തന്റെ തെറ്റുണ്ടല്ലേ? തെറ്റ് ചെയ്ത് ഞാൻ മുതലാളിയായി. ശരി ചെയ്തപ്പോ ഞാൻ മുതലാളി അല്ലാതായി. വിസ്തരിച്ച് പറയണോ? ഒരു വ്യഭിചാരി പെണ്ണിനെ കെട്ടിയതാണോ താൻ ചെയ്ത ശരി? എന്ത് പറഞ്ഞടാ? ആരടാ അവളെ വ്യഭിചാരിയാക്കിയേ? നിന്നെ പോലെയുള്ള മുതലാളിമാർ കുറെ നാൾ ഞാനും ഉണ്ടായിരുന്നെന്ന് വച്ചു. പക്ഷേ ഞാൻ എന്റെ തെറ്റ് തിരുത്തി. നീ 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 അവളുടെ മകളെടുത്തു പോലും അത് ആവർത്തിച്ചു. മൃഗമേ! നീയൊക്കെ റോഡ് ഇങ്ങനെ ചെങ്കൽ കൂടിയായിട്ട് നടക്കുന്നത്. ആരാ? ഒന്ന് കാണാൻ വന്നതാ. എവിടുന്നാ വരുന്നേ? എന്റെ വീട് അങ്ങ് മൂവാറ്റുപുഴയാണ്. ഇരുന്ന് സംസാരിക്കാം. ശരി. ഈ പറമ്പ് ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്ന എന്താ? ദേഹണിക്കാതെ. ദേഹണ്ണിക്കാനൊന്നും ആരുമില്ല. ഇരുന്നാട്ടെ. ഇത് നല്ല മണ്ണാണ്. ഇഞ്ചി നല്ലപോലെ ഉണ്ടാവും. കുരുമുളക് കൂടി ഇട്ടാൽ നല്ല ആദായം കിട്ടും. കൃഷി ഇറക്കാൻ പണം വല്ലതും വേണമെങ്കിൽ ഞങ്ങൾ തരാം. വിളവജാമ്യം. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനാണോ? അല്ല, ഹിൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന കമ്പനിയുടെ ഏജന്റാണ് ഞാൻ. കൊച്ചിയിൽ സണ്ണി ഏജൻസീസ് എന്നൊരു വലിയ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനമുണ്ട്. സണ്ണി ചാക്കോ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ വകയാണ് ഞങ്ങളുടെ സ്ഥാപനവും. കാരണവർക്ക് ഈ പറമ്പ് കൃഷി ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള തുക ഞങ്ങൾ തരാം. അതേപ്പറ്റി ആലോചിച്ചു പറയാം. ഇനി ഒരിക്കൽ വരൂ. അപ്പോൾ ഞാൻ എപ്പോൾ വരണം? അറിയിക്കാം. താങ്ക്സ്. എന്റെ കമ്പനി സണ്ണിയുടെ കയ്യിൽ പോയത് നന്നായി. അവൻ ചുക്കിന്റെയും മുളകിന്റെയും കുത്തകക്കാരനാണ്. സണ്ണി വലിയവനാണ്. ആ വലിയ മകനെ അപ്പനൊന്ന് കാണാൻ കൂടി കഴിയുന്നില്ലല്ലോ. ശരിയാണ്. എനിക്ക് എന്റെ മക്കളും നിനക്ക് നിന്റെ മക്കളും നഷ്ടപ്പെട്ടു.